ഹായ്, ഇന്നത്തെ ഞങ്ങളുടെ ഒരു വൈകുന്നേരമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് വിളക്ക് കത്തിക്കുന്നത് ഇച്ചുവാണ് കേട്ടോ. എനിക്ക് മീനൊക്കെ വൃത്തിയാക്കാനുള്ളത് കാരണം അവനെ ആ പണി ഏൽപ്പിച്ചു. മാതയ്ക്ക് ഉറക്കി കിടത്തിയതിന് ശേഷം മീൻ കട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്ന് ചാളമീനാണ് കിട്ടിയത്. അപ്പോൾ ചാളമീനെയൊക്കെ വൃത്തിയാക്കി ഇനി നമുക്കൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വരാം. കുളിച്ച് വന്നതിന് ശേഷം നാളത്തെ കറിക്കുള്ളതൊക്കെ തലേ ദിവസമേ റെഡിയാക്കി വെച്ച് രാവിലെ എണീക്കുമ്പോൾ ജോലി ചെയ്യാൻ നല്ല താല്പര്യമായിരിക്കും കേട്ടോ. പെട്ടെന്ന് പണികളൊക്കെ കഴിയും. വെണ്ടയ്ക്ക് മെഴുക്ക് വരട്ടാന്നാണ് കരുതിയത്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ചെറിയ പീസുകളാക്കി മാറ്റുന്നുണ്ട്. ഇടയ്ക്ക് മാതങ്ങി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഓരോരോ കഷ്ണങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം രാത്രി ഞങ്ങൾക്ക് ഫുഡ് ഇന്ന് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മി മാറ്റാമെന്ന് കരുതി. അപ്പോൾ ഇച്ചു അവിടെ ഇരുന്ന് ഹോംവർക്കൊക്കെ എഴുതുന്നുണ്ട്. അതിനിടയിൽ മാതങ്കിയെ നോക്കണം. അപ്പോൾ തേങ്ങയൊക്കെ തിരികെ വെച്ചതിന് ശേഷം മാവ് കുഴയ്ക്കാമെന്ന് കരുതി. അനിയനിന്ന് നൈറ്റ്, അപ്പോൾ അവനുള്ള ഫുഡ് വേണ്ട, ഞങ്ങൾക്ക് 4 പേർക്കുള്ളത് ഉണ്ടാക്കിയാൽ മതി. മാവൊക്കെ നനയ്ക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഇച്ചു ഹോംവർക്ക് എഴുതുന്നുണ്ട് കേട്ടോ. അവനെ ഓരോരോ ഡൗട്ടുകൾ പറഞ്ഞ് ക്ലിയറാക്കി കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ മാതങ്കി വന്ന് എനിക്ക് താത്താന്ന് പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ. എന്ത് കണ്ടാലും അവൾക്ക് വേണം. അത് കഴിഞ്ഞ് മാവെല്ലാം കുഴച്ച് സെറ്റായി കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യത്തെ പുട്ട് തന്നെ ഉണ്ടാക്കി മാതങ്കിക്ക് അങ്ങ് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. തണുക്കാനുള്ള സാവകാശം അവൾ ഒരിക്കലും തരില്ല. അങ്ങനെ മാതങ്കിക്ക് പുട്ട് കൊടുത്ത് തറയിലിരുത്തി. അവൾ കഴിക്കുന്നുമുണ്ട് കളിക്കുന്നുമുണ്ട്. ഇച്ചുവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാലുമടക്കി ഇരുന്നില്ല. അപ്പോൾ ഇനി 3 കഷ്ണം പുട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കഷ്ണം പുട്ടും എടുത്ത് രാവിലത്തെ മീൻകറിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനും ഇച്ചു ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു വൈകുന്നേരം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.